കമോൺ, എല്ലാവരും ലെഫ്റ്റ് റൈറ്റ് മാർച്ച് ചെയ്യണം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഇനി മതിയാക്കിക്കോളൂ, വിശ്രമിക്കാം. ഇന്നത്തെ പരേഡ് സെഷൻ ഇതോടെ തീർന്നു. ഇനി നമ്മൾ എല്ലാവർക്കും കാട്ടിലേക്ക് പോകാം. എല്ലാ കുട്ടികളും നല്ലപോലെ ശ്രദ്ധിക്കണം. കാട് കാണാൻ എത്രമാത്രം ഭംഗിയുണ്ടോ അത്രമാത്രം കാട് വളരെ അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അപകടം ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ഉണ്ടാകാം. മുന്നില്, പുറകെ, ഇടത്, വലത്, എവിടുന്ന് വേണമെങ്കിലും ഉണ്ടാവാം. കേട്ടല്ലോ? അപകടം മോളിൽ നിന്നും കൂടി വരും സാറേ. ഓക്കെ ഓക്കെ ഓക്കെ, മുകളിൽ നിന്നും അപകടം വരും, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ, ബി അലേർട്ട്. ഇനി എല്ലാവരും എന്റെ പുറകെ വരൂ. ഞാൻ എത്ര അലേർട്ടാണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ശിവ, ലഡ്ഡു സിംഗ് സാറ് കൂടുതൽ സുരക്ഷിതം നോക്കുവാണല്ലോ. എല്ലാരും ഓർത്തു വെക്ക, ഈ കാട്ടിൽ വന്യമൃഗങ്ങളും ഉണ്ട്, മനസ്സിലായല്ലോ? അതുകൊണ്ട് എല്ലാവരും എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം. പക്ഷെ ഈ ലഡ്ഡു സിംഗ് നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഈ കാട്ടിലെ ഒരു വന്യമൃഗങ്ങളും നിങ്ങളെ വന്ന് ആക്രമിക്കില്ല. ഈ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയതേ, അറിയോ? കേട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടില്ലേ? കാട്ടിലെ വന്യമൃഗങ്ങളുടെ ശബ്ദം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ശരി, ഇനി ഇത് കേട്ടിട്ട് പറ, ഇത് ഏത് മൃഗത്തിന്റെ ശബ്ദമാണെന്ന്? സിംഹമാണോ, അതോ ചീറ്റയാണോ, അല്ലെങ്കിൽ ചെന്നായുടെ ആണോ എന്ന്? പറഞ്ഞത് തെറ്റ്. ഈ ശബ്ദം ഏതോ കേട്ടതുപോലെ തോന്നുന്നു. പക്ഷെ ആരുടെയാണ്? ആരെങ്കിലും ഗസ് ചെയ്തൊന്ന് പറ. വേഗം 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 പറ. അല്ല, നിങ്ങൾക്ക് ആകെ ആ ഒരു മൃഗത്തിന്റെ പേര് മാത്രമേ അറിയുള്ളൂ. ആരോട് ചോദിച്ചാലും ആ പേര് മാത്രമാണല്ലോ പറയുന്നത്. സർ, ഇത് കരടിയുടെ ഒച്ചയാണ്. എന്താണ് തെളിവുള്ളത്? പറ ശിവ, നീ ഒന്ന് പറഞ്ഞേ, ഇത് കരടിയുടെ ശബ്ദം തന്നെയാണോ എന്ന്. തെളിവ് സാറിന്റെ പുറകിൽ തന്നെ ഉണ്ടല്ലോ സാറേ. തെളിവ്? അതും എന്റെ പുറകെ നിൽക്കുന്നുണ്ടെന്നോ? എവിടെ? എല്ലാരും വേഗം മരത്തിലോട്ട് കേറ്. ഓടിക്കോ 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 ഓടിക്കോ. ശിവ, ഞങ്ങളെ രക്ഷിക്ക്, കരടി കൊണ്ട് വരുന്നത്. ശിവ,
എല്ലാ കുട്ടികളും വേഗം വന്ന് ബസ്സിൽ കയറൂ. ഞങ്ങൾ ശിവയായിട്ട് വന്നോളാം, നിങ്ങൾ പോയിക്കോളൂ. ഡോണ്ട് വറി, ലഡു സിംഗ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ലഡു സിംഗ് സാറേ, ഈ കുട്ടികളുടെ ചുമതല ഞാൻ സാറിനെ ഏൽപ്പിക്കുക. നന്നായിട്ട് നോക്കണേ, കേട്ടല്ലോ? ഡോണ്ട് വറി, നിങ്ങൾ മറ്റുള്ള കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ഞങ്ങള് ശിവേനെ കൂട്ടിക്കൊണ്ട് വന്നോളാം. ശിവ, നമുക്ക് വേഗം തിരിച്ചു പോകാം. ബാക്കി കുട്ടികളൊക്കെ ടീച്ചറൊപ്പം പോയി. നീ പറഞ്ഞത് ശരിയാണ് രേവ. ഒരു പ്രാവശ്യം കരടി നമ്മളുടെ പുറകെ വന്നാൽ പിന്നെ അത് നമ്മളെ വിടുകയില്ല. അത് തീർച്ചയായിട്ടും വീണ്ടും വരും. നിങ്ങൾ വെറുതെ അങ്ങനെ പേടിക്കരുത്. നോ, അത് പെട്ടെന്ന് എന്റെ പുറകെ വന്നൂന്നേ ഉള്ളൂ. അത് കണ്ട് പേടിച്ച് ഞാൻ മുകളിലേക്ക് പൊങ്ങിപ്പോയതാ. പക്ഷെ ഇപ്പോ ഞാൻ എന്തിനും റെഡിയാണ്. ലഡു സിംഗ് സാറേ, റെഡിയായിക്കോ. വീണ്ടും വന്നു. അല്ല, ഈ കരടിക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ എന്റെ പുറകെ വരാൻ? ഇതെന്താ ഇങ്ങനെ നമ്മുടെ പുറകെ കെട്ടിയെടുക്കണേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ലഡു സിംഗ് സാർ പറഞ്ഞല്ലോ റെഡിയാണെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? അതെ, ഞാൻ റെഡിയാണ്. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് ഞാൻ റെഡി ആയിട്ടുള്ളത്. വേഗ പാറക്കല്ലുരുട്ടി അടയ്ക്കാൻ നോക്ക്. ശിവ, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ കല്ല് പൊട്ടിച്ച് കരടി വരും. എന്താ ചെയ്യാ? ഒരു എത്തും പിടുത്തം ഇല്ലല്ലോ. യെസ്, വേഗം ഇതിൽ പിടിച്ച് എല്ലാരും മേലോട്ട് കേറാൻ നോക്ക്. പോയോ? ലഡു സിംഗ് സാർ, വേഗം കേറൂ. വേഗം വാ. ഞാൻ എങ്ങനെ ഇവിടുന്ന് വരും ശിവ? ഈ പന്ന കരടി എന്നെ വിട്ടിട്ട് വേണ്ടേ? കരടി സാറ്, എന്നോട് എന്താണ് ഇത്രയും വലിയ വിരോധം? പറയൂ, എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നേ? പൊക്ക്, എന്നെ വേഗം പൊക്ക്. ശിവ, എന്നൊന്ന് വേഗം പൊക്ക്. എന്റെ കരടി സാറേ, എന്നെ ഒന്ന് വിട്. എനിക്ക് അവരോടൊപ്പം പോകണം. എന്നെ ഒന്ന് വിടാൻ. എന്റെ അമ്മോ. അതെ, എന്റെ ഷൂ തന്നേ. എന്റെ ഷൂ തരാനല്ല പറഞ്ഞത്. ഓഹോ, ലഡു സിംഗ് സാർ, ഷൂ പോയാ പോട്ടെ, എന്തായാലും നിങ്ങളെ കാലിന് ഒന്നും സംഭവിച്ചില്ലല്ലോ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. വേറെ വഴി കൂടി ആ കരടി വീണ്ടും വന്നാൽ പിന്നെ നമ്മൾ എല്ലാവരും കുടുങ്ങും. ഞാനും വരുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. സാധാരണ കരടി അങ്ങനെ ആരെയും ദ്രോഹിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് മനുഷ്യരുടെ മുമ്പ് വരാതെ കാട്ടിലിരിക്കുകയാണ് പതിവ്. പക്ഷെ ഇത് എന്തിനാ വീണ്ടും വീണ്ടും വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്? അതിന് നമ്മളോട് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെ. അതെ, ഈ കരടി ആള് വളരെ മോശമാണല്ലോ. എപ്പോഴും നമ്മുടെ പുറകെയാണല്ലോ വരുന്നത്. ഇതിനെന്താ തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടോ?
നീ ആദ്യം അങ്ങോട്ടേക്ക് പോ, എന്നിട്ട് എല്ലാവരെയും അങ്ങോട്ടാക്ക്. ആ, ആ, ഉം.